വൈകുന്നേരത്തെ ചായക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കലത്തപ്പാക്കാം എന്ന് വിചാരിച്ച് കുറച്ച് അരിയെല്ലാം കുതിർത്ത് അരച്ച് ഞാൻ ഇപ്പം വെള്ളം അടുപ്പത്ത് വെക്കാനാണ് നോക്കുന്നത്. ഇല്ല തേങ്ങ മുറിച്ചിടുക. കലത്തപ്പം ഇതാ കുക്കറിൽ പാലാനാ നോക്കുന്നത്. ഇതാ അരിയാക്കി വെച്ച് ഉള്ളി തേങ്ങ വെള്ളം കുറുക്കി വെച്ചു എല്ലായി. ഇനി അതിൽ ഒഴിക്കുകയേ വേണ്ടു. വെളിച്ചെണ്ണ കുറവാണ്, അതുകൊണ്ട് കുറച്ച് പശു നെയ്യ് എടുത്തിട്ട് വേണം. പശു നെയ്യ് തീർന്ന സാധനപ്പം നമ്മൾ സ്വന്തമായിട്ട് ആക്കുന്നതാണ്. ഇനിയിപ്പോൾ നാളെ ആക്കണത്രേ. എങ്ങനെ ആക്കുന്നത് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അത് അമ്മമ്മയോട് ചോദിച്ചിട്ട് അമ്മമ്മ അറിയ ഡാക്ടർ പറഞ്ഞുതരും. നമ്മളെ പറഞ്ഞു ജനങ്ങളോട് അമ്മമ്മക്ക് അമ്മമ്മ ഇതെങ്ങനെയാണ് ആക്കുന്നത് അല്ല ജനങ്ങളോട് പറഞ്ഞു. അതെ, വെളിച്ചെണ്ണ കുറവാണ്, അതുകൊണ്ട് പശു നെയ്യ്. പശു നെയ്യ് നമ്മൾ ഇതെടുത്ത് പാലിന്റെ വാഴയെടുത്ത് വെച്ചിട്ട് ഇഷ്ടം പോലെ വിരിയെല്ലാം ഒരു 2 ഗ്ലാസ് ഇതെല്ലാം കിട്ടും. 2 ഗ്ലാസ് പാൽ എടുത്തിട്ട് പാലല്ല നെയ്യ് തേങ്ങ ഇടുവേനെ. തേങ്ങ ഇട്ടു ഇനി അതാകണം. നെയ്യ് ഇഷ്ടം പോലെ ഉണ്ട് പശു നെയ്യ്. പിന്നെ എന്നാണ്ടേ ഈ സാധനം ടേസ്റ്റ് നോക്കട്ടെ. നോയിക്കോ ടേസ്റ്റ് നോയിക്കോ. ഇതെന്താ പരിപാടി? നമ്മള് കരുത്തപ്പാക്കലാണ്. അമ്മമ്മ തിരക്കല്ലേ? അച്ചാച്ചനൊന്നുമില്ല. അമ്മമ്മ ചോദിച്ചു ഈ നമ്മളെല്ലാവർക്കും വേണ്ടി ചായ കുടിക്കാനല്ലേ മോളെ ആക്കുന്നത്. നിങ്ങളൊന്നും ചായ ഒന്നും കുടിക്കില്ല. ചായ കുടിക്കുമ്പോ പിന്നെ എല്ലാവർക്കും ചായക്ക് വേണ്ടി സാധാരണ കലത്തപ്പൊന്നും ഉണ്ടാക്കല്ലപ്പ. സാധാരണ കലത്തപ്പല്ല, വെറൈറ്റി കലത്തപ്പാണ്. അടിപൊളി കലത്തപ്പാട്ട്. എന്നിട്ട് അമ്മേന് ചായ വെക്ക്. ആയിട്ടാ മന്നെ അച്ചാച്ചനെ വിളിക്കണേ. ഐഷു, നമുക്കിത് ആയോ നോക്കണ്ടേ? നോക്കട്ടെ. അടിപൊളി. ഇനി അത് എനിക്ക് കുമ്പിടുത്താൻ കഴിയെങ്കിൽ നീ കുമ്പിടുത്ത്. കുമ്പിടുത്ത് നോക്കാലോ നമുക്ക് വരുമോ. റെഡി 1 അപ്പൊ നിങ്ങൾ കണ്ടോ എന്റെ അമ്മമ്മയുടെ കലത്തപ്പം. കഴിച്ചോട്ടെ. നല്ല വെറുതേക്ക് പറയാ. അടിപൊളി എന്നാ ടേസ്റ്റ്.